Hello students, we'll now go into the problem portion of the section that we have already learned. So we were dealing with the expectation of a discrete random variable and the expectation of a function of a discrete random variable. So I'll be taking the problems from the Ramesh Nibala's textbook of complementary statistics because I feel that that textbook will be with most of you. I'll have the questions here and I'll give you the page number and the example number so you can refer your text also along with this. So the first problem that we are going to handle is the example number 1 of page P3 of Ramesh Nibala's textbook of complementary statistics. So the question is, a balanced die is rolled. If a person receives rupees 10 when he scores an even number and loses rupees 8 when he scores an odd number, how much money can he expect on the long run? പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം അതിൻ്റെ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലാണ്. അതുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ്, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. സോ വി ക്യാൻ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ വൺസ് മോർ. എ ബാലൻസ്ഡ് ഡൈ ഈസ് റോൾഡ്. If a person receives rupees 10 when he scores an even number and loses rupees 8 when he scores an odd number, how much money can he expect on the long run? എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ കയ്യിലൊരു ഡൈ ഉണ്ട്, നമ്മൾ ആ ഡൈ ഇടുകയാണ്. ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ വി നോ ദ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. അതിൽ 2 4 6 എന്ന് പറയുന്നത് ഈവൺ ഔട്ട്കംസും 1 3 5 എന്ന് പറയുന്നത് ഓഡ് ഔട്ട്കംസും ആണ്. അപ്പോൾ നമ്മളൊരു ഡൈ റോൾ ചെയ്യുന്നു, എന്നിട്ട് എ പേഴ്സൺ റിസീവ്സ് rupees 10 വെൻ ഹീ സ്കോർസ് ആൻ ഈവൺ നമ്പർ. നമുക്ക് കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് 10 രൂപ കിട്ടും. അതല്ല, നമ്മൾക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഹീ ലൂസസ് rupees 8. ഇത് ഏകദേശം നമ്മൾ ആ എക്സ്പെക്റ്റേഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ എക്സാമ്പിളിനോട് സിമിലറാണ്. നമ്മളൊരു ഗാംബ്ലിംഗ് ഗെയിം പോലെയാണ്. നമ്മുടെ കയ്യിലൊരു ഡൈ തരുന്നു, നമ്മൾ ആ ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് 10 രൂപ കിട്ടുന്നു. അതല്ല, നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾക്ക് 8 രൂപ നഷ്ടമാവുന്നു. അങ്ങനെയാണെങ്കിൽ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഹൗ മച്ച് മണി വൺ ക്യാൻ എക്സ്പെക്റ്റ് ഓൺ ദ ലോങ് റൺ. ഓൺ ദ ലോങ് റൺ എന്ന് വെച്ചാൽ ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് അല്ലെ, ഈ ഒരു ഗെയിം നമ്മൾ മൾട്ടിപ്പിൾ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് how much money can I expect or can the person expect per game? അതാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എക്സ്പെക്റ്റേഷൻ എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചത്. സോ ആക്ച്വലി നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ ആ എക്സിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ത്രോയിൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് റാൻഡം വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്. ആ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ വി ആർ ഡിഫൈനിങ് എക്സ് as the money received by the person in any one trial. ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്, മണി എന്ന് പറയുന്നത് ഈസ് either rupees 10 when he gets an even number അല്ലെങ്കിൽ rupees -8. എന്തുകൊണ്ടാണ് -8 എന്ന് എഴുതുന്നത്? ബിക്കോസ് വി ആർ ലൂസിങ് rupees 8. So it is x equal to -8 when he gets an odd number. So x എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 10ഉം -8ഉം ആണ്. ഇനിയും വി ഹാവ് ടു ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്. നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നിയിൽ ആ പോസിബിൾ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി വാല്യൂസ് വേണം, അതല്ലെങ്കിൽ എക്സിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് എക്സ് വേണം. സോ ഇവിടെ നമ്മൾക്ക് 2 വാല്യൂസേ ഉള്ളൂ. അപ്പം വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും കിട്ടിയാൽ നമുക്ക് സമ്മേഷൻ എക്സ് ഐ പി ഐ എന്ന ഡെഫിനിഷൻ ഉപയോഗിച്ച് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 10 ആൻഡ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു -8. വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 10? എപ്പോഴാണ് നമുക്ക് 10 റുപ്പീസ് കിട്ടുന്നത്? നമ്മൾക്കൊരു ഈവൺ നമ്പർ കിട്ടുമ്പോൾ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആകുന്നതും ഈവൺ നമ്പർ കിട്ടുന്നതിൻ്റെയും പ്രോബിലിറ്റി സെയിം തന്നെയായിരിക്കും. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 10 വിൽ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൺ നമ്പർ. ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ ആകെ 6 ഔട്ട്കംസ് ആണ്, അതിൽ 3 എണ്ണമാണ് ഈവൺ നമ്പേഴ്സ്. സോ എന്തായിരിക്കും ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി?
ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് പ്രോബിലിറ്റി വിൽ ബി 3/6 ആൻഡ് ദാറ്റ് 3/6 ഇസ് 1/2. അതേപോലെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു -8 എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ -8 ആകുന്നത് നമുക്കൊരു ഓഡ് നമ്പർ കിട്ടുമ്പോഴാണ്. സോ when x equal to -8, probability of x equal to -8 is equal to probability of getting an even number, an odd number. Again ആകെ 6 ഔട്ട്കത്തിൽ 3 എണ്ണം odd numbers ആണ്. So probability is again 3/6 which is equal to 1/2. അപ്പം നമ്മൾക്കിവിടെ എക്സിന് 2 പോസിബിൾ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും കിട്ടി. That is, this is the data that you have, and using this data you have to find the value of expectation of x. ഉറപ്പായിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ഡെഫിനിഷൻ ആണ്. സോ expectation of x equal to summation I equal to 1 to n xi pi. നമുക്ക് n എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് വാല്യൂസേ ഉള്ളൂ. സോ n is 2 here, so it is x1 p1 plus x2 p2. സോ expectation of xലേക്ക് നമ്മൾ x1ൻ്റെയും p1ൻ്റെയും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ. So expectation of x is 10 into half plus -8 into half. That is, and simplify ചെയ്ത് വരുമ്പോൾ we get the value as 1. That is, here expectation of x equal to ₹1, കാരണം നമ്മൾ ഇതെല്ലാം റുപ്പീസിൻ്റെ ടേംസിലാണ് പറയുന്നത്. So what does it mean? It means ഒരു ഈവൺ നമ്പർ കിട്ടിയാൽ 10 രൂപ തരാം, ഓഡ് നമ്പർ കിട്ടിയാൽ ഇങ്ങോട്ട് 8 രൂപ തരണം എന്ന രീതിയിൽ ഒരു ഗാംബ്ലിംഗ് ഗെയിമിലേക്ക് നമ്മൾ ചെന്ന് കയറിയാൽ ആ ഗെയിം മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് യു വിൽ ഗെറ്റ് ഓൺലി ₹1 per game. So here 1 is your expected value. So that is the answer to that question. Now we will go to the next question. That is your example 2 in page number P4. Example 2, page number P4. So here the question is, suppose that the probability that sets consisting of 1, 2, 3, 4 and 5 persons pay a visit to an art gallery are 0.2, 0.5, 0.2, 0.07 and 0.03 respectively. What is the expected number of persons per set? എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ആർട്ട് ഗാലറിയിലേക്ക് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ്സിനെ പറ്റിയാണ് പറയുന്നത്. ആ ഗ്രൂപ്പിനെയാണ് ഇവിടെ സെറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് the probability that sets consisting of 1, 2, 3, 4, 5 persons pay a visit to an art gallery are 0.2, 0.5, 0.2, 0.07 and 0.03 respectively. എന്ന് വെച്ചാൽ ഒരു ആർട്ട് ഗാലറിയിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഒറ്റയ്ക്ക് വരാം, 2ൻ്റെ ഗ്രൂപ്പായിട്ട് വരാം, 3ആയിട്ട് വരാം, 4ആയിട്ട് വരാം, 5ആയിട്ടും വരാം. അങ്ങനെയാണ് ആർട്ട് ഗാലറിയിൽ പൊതുവേ ആൾക്കാർ വരാറ്. ഇങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് വരാനുള്ള പ്രോബിലിറ്റി 0.2 ആണ്, 2 പേരായിട്ട് വരാനുള്ളത് 0.5, 3ആയിട്ട് വരാൻ 0.2, 4 പേരുടെ ഒരു ഗ്രൂപ്പ് വരാൻ 0.07, 5 പേരുടെ ഒരു ഗ്രൂപ്പ് വരാനുള്ള പ്രോബിലിറ്റി 0.03. ഇതാണ് സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് the expected number of persons per set. Expected number of persons per set. ഇപ്പോൾ ഒരു സെറ്റിൽ ഒരു ഓൺ ആൻ ആവറേജ് എത്ര പേര് വെച്ചാണ് വരാൻ സാധ്യത, അതിൻ്റെ എക്സ്പെക്റ്റഡ് നമ്പർ, അതാണ് എക്സ്പെക്റ്റഡ് നമ്പർ, അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ സിറ്റുവേഷൻ, ഒരു ഗ്രൂപ്പിൻ്റെ കേസാണ്, അത് വെച്ചിട്ട് വേണം നമ്മൾ എക്സിനെ ഡിഫൈൻ ചെയ്യാൻ. ഒരു ഗ്രൂപ്പിൽ കാണാനുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ആണ്. So I am defining the random variable x as the number of persons in a set visiting the gallery. അപ്പോൾ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് 1, 2, 3, 4, 5 ആണ്. ഓരോ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് പി ഐസ് എന്ന് പറയുന്നത് 0.2, 0.5 എക്സെട്ര ആണ്. You are asked to find expectation of x. Clearly the formulas that we should use is expectation of x is equal to summation I equal to 1 to 5 xi pi. Xi's ൻ്റെ വാല്യൂസ് ഉണ്ട്, pi's ൻ്റെ വാല്യൂസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് x1 p1 1 into 0.2 plus 2 into 0.5 plus 3 into 0.2 plus 4 into 0.07 plus 5 into 0.03. അതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദ വാല്യൂ ഇസ് 2.23. എന്ന് വെച്ചാൽ എന്താണ്? ഓൺ ആൻ ആവറേജ് ഐ ക്യാൻ എക്സ്പെക്റ്റ് 2.23 persons per set.
ആക്ച്വലി അങ്ങനെ നോക്കിയാൽ ഇതൊരു അബ്സേർഡ് ആൻസറാണ്. കാരണം നമ്പർ ഓഫ് പേഴ്സൺസിന് 2.23 എന്ന് നമുക്ക് കിട്ടില്ല, അതിന് മീനിങ് ഇല്ല. എങ്കിലും തിയററ്റിക്കലി നമ്മളിതിനെ ചെയ്തു വരുമ്പോൾ ദി എക്സ്പെക്റ്റഡ് നമ്പർ ഇസ് 2.23 persons per set. Persons per set is your expected number. Now we can go to the example 4 of the same chapter, that is it comes in page number 5. Example 4 of page number 5. ഇത് കുറച്ചുകൂടി ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇസ്, in a sequence of Bernoulli trials, let x be the length of the run of either success or failure starting with the first trial. Find expectation of x. In a sequence of Bernoulli trials, let capital X be the length of the run of either success or failure starting with the first trial. We'll stop. Find expectation of x. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എ ഫ്യൂ തിങ്സ്. കാരണം നിങ്ങൾ ഇതുവരേക്കും ബെർണോളി ട്രയൽ എന്താണ് എന്നൊന്നും കേട്ടിട്ടില്ല. ഫസ്റ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ബെർണോളി ട്രയൽ ഇസ്. എ ബെർണോളി ട്രയൽ ഇസ് എനി എക്സ്പെരിമെൻറ്റ് ഹാവിങ് 2 outcomes. ഒരു ബെർണോളി ട്രയലിനെ നമുക്കൊരു ബെർണോളി എക്സ്പെരിമെൻറ്റ് എന്നും പറയാം. ഇറ്റ് ഈസ് എനി എക്സ്പെരിമെൻറ്റ് ഹാവിങ് ഓൺലി 2 outcomes. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണ്. കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിന് 2 ഔട്ട്കമേ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ഒരു ബെർണോളി എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തിനെ ഒന്നിനെ സക്സസ് എന്നും അടുത്തതിനെ ഫെയിലിയർ എന്നുമാണ് വിളിക്കാറ്. അങ്ങനെ നോക്കിയാൽ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൻ്റെ ഹെഡിനെ നമുക്ക് സക്സസ് എന്ന് വിളിക്കാം, ഫെയിലിയറിനെ നമുക്ക് അല്ലെങ്കിൽ ടെയിലിനെ നമുക്ക് ഫെയിലിയർ എന്ന് വിളിക്കാം. അപ്പോൾ ഹെഡിൻ്റെ പ്രോബിലിറ്റിയെ പിയും ടെയിലിൻ്റെ പ്രോബിലിറ്റിയെ ക്യൂ എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റിലേഷൻ കിട്ടും, പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? ഏതൊരു എക്സ്പെരിമെൻറ്റിലെ ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കും. അതുകൊണ്ട് പി പ്ലസ് ക്യൂ വിൽ ബി ഈക്വൽ ടു 1. സോ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് ഇസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് എക്സാമ്പിൾ ഫോർ എ ബെർണോളി ട്രയൽ. അപ്പോൾ ഈ രീതിയിൽ 2 ഔട്ട്കം മാത്രമുള്ള ഒരു എക്സ്പെരിമെൻറ്റ് എടുക്കാനാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു സീക്വൻസ് എടുക്കാനാണ്. സീക്വൻസ് എടുക്കാനെന്ന് പറഞ്ഞാൽ അതിനെ പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്കംസിനെ നോക്കുക. അതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ കയ്യിലൊരു ബെർണോളി എക്സ്പെരിമെൻ്റ് ഉണ്ട്, നമ്മളതിനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തേക്കുകയാണ്. എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ലെങ്ത് ഓഫ് ദ റൺ. സോ വാട്ട് ഈസ് എ റൺ? റൺ ഇസ് ആക്ച്വലി ഒരേ ടൈപ്പ് ഓഫ് ഔട്ട്കംസ് അടുപ്പിച്ച് വരുന്ന ആ ഒരു സീക്വൻസിനെയാണ് നമ്മൾ റൺ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു കോയിൻ 8 പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയെന്നിരിക്കുക. ദാറ്റ് ഈസ് ആദ്യത്തെ 2 ഹെഡ്, പിന്നെ ടെയില്, പിന്നെ ഹെഡ്, പിന്നെ കുറേ ടെയില്, പിന്നെ ഹെഡ്. ഇതാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റണ്ണാണ്, കാരണം 2 ഹെഡ് ഒന്നിച്ചു വന്നു. ഇത് ആക്ച്വലി റൺ ഓഫ് ലെങ്ത് 2 ആണ്. ഇത് എഗെയിൻ ഒരു റണ്ണാണ്, ഒറ്റ ടെയിലേ ഉള്ളൂ, പക്ഷേ എഗെയിൻ ഇറ്റ്സ് എ റൺ ഓഫ് ലെങ്ത് 1. പിന്നെ നമുക്കൊരു ഹെഡ് കിട്ടി, അത് അഗെയിൻ ഒരു റൺ ഓഫ് ലെങ്ത് 1 ആണ്. പിന്നെ 3 ടെയിൽ കിട്ടി, അത് റൺ ഓഫ് ലെങ്ത് 3 ആണ്. പിന്നെ ഒരു ഹെഡ്. അപ്പോൾ ഒരു റൺ എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് ഓഫ് ഇവൻസിൻ്റെ അടുപ്പിച്ചുള്ള റെപ്പറ്റീഷനാണ്. അത് എത്ര എണ്ണം ഉണ്ടോ അതിനെ ആ റണ്ണിൻ്റെ ലെങ്ത് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു റൺ തീരുമ്പോൾ ഉറപ്പായിട്ടും ഔട്ട്കം മാറും. ഒരു റൺ ഹെഡിൻ്റെ റണ്ണാണെങ്കിൽ അത് തീരുന്നിടത്ത് അത് ടെയിലാവും. അല്ലെങ്കിൽ ജനറലി പറഞ്ഞാൽ സക്സസിൻ്റെ റൺ തീരുന്നിടത്ത് ഒരു ഫെയിലിയർ ഉണ്ടാവും, ഫെയിലിയറിൻ്റെ റൺ തീരുന്നിടത്ത് ഒരു സക്സസ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ റൺ തീരുമ്പോൾ അടുത്തത് ഒരു ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റൺ ഓഫ് ഫെയിലിയേഴ്സ് ആയിരിക്കും. ഈ എക്സാമ്പിളിൽ നോക്കിയേ, ഇവിടെ ആദ്യം 4 ടെയിലാണ് കിട്ടിയെങ്കിൽ ഹിയർ യു ഹാവ് എ റൺ ഓഫ് ഫെയിലിയേഴ്സ്. അത് കഴിഞ്ഞ ഉടനെ ഒരു സക്സസ് ഉണ്ടായി. ഒരു സക്സസ് അല്ല, അടുത്തത് എഗെയിൻ നമുക്കൊരു റൺ ഓഫ് 2 സക്സസ്സസ് കിട്ടി. അത് തീർന്നപ്പോൾ ഒരു ഫെയിലിയറായി. അപ്പം ഇങ്ങനെ ഒരേ ടൈപ്പ് ഓഫ് ഇവൻസിനെ അടുപ്പിച്ച് കിട്ടുന്നതിനെ നമ്മളൊരു റൺ എന്ന് വിളിക്കും. ഇനി ഒന്നും കൂടെ ക്വസ്റ്റിലേക്ക് പോകും. ഹിയർ എക്സ് ഇസ് ദ ലെങ്ത് ഓഫ് ദ റൺ ഓഫ് എയ്തർ സക്സസ് ഓർ ഫെയിലിയർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ട്രയൽ. ആദ്യത്തെ ട്രയൽ മുതലുള്ള റണ്ണിൻ്റെ ലെങ്തിനെയാണ് ഇവിടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഈ എക്സാമ്പിൾ എടുത്താൽ നമ്മളുടെ എക്സ് ആദ്യത്തെ ട്രയൽ എന്ന് വെച്ചാൽ ഇതാണ്, അവിടെ മുതലുള്ള റൺ. അപ്പം 2 ഹെഡാണ് അടുപ്പിച്ച് വന്നത്. സോ ഹിയർ എക്സ് ഈക്വൽ ടു 2. ഈ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റണ്ണ് ഏതർ സക്സസിൻ്റെ ആകാം ഫെയിലിയറിൻ്റെ ആകാം എന്ന് ക്വസ്റ്റ്യനിലുണ്ട്.
അപ്പോൾ ഈ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഫെയിലിയർ അടുപ്പിച്ച് കിട്ടി. സോ അവിടുത്തെ എക്സ് എന്ന് പറയുന്ന ലെങ്ത് ഓഫ് റൺ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 4 ആണ്. ഇനി ഇങ്ങനെയാണ് നിങ്ങളുടെ ഔട്ട്കം വരുന്നതെങ്കിൽ, ഒരു ഹെഡ്, അടുത്ത ടെയിൽ, പിന്നെ ഹെഡ്, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മളുടെ എക്സിൻ്റെ പോസിബിൾ വാല്യൂ എന്തായിരിക്കും? ഒറ്റ ഹെഡേ ആദ്യം സംഭവിച്ചിട്ടുള്ളൂ. സോ ഇറ്റ് വിൽ ബി 1. സോ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്ത എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഇറ്റ് ക്യാൻ എയ്തർ ബി 1 ഓർ 2 ഓർ 3 എക്സെട്ര എക്സെട്ര. നമ്മൾ സപ്പോസ് എത്ര പ്രാവശ്യം ചെയ്യുന്നോ അത്രയും പ്രാവശ്യം ഹെഡ് അല്ലെങ്കിൽ ടെയിൽ മാത്രമാണ് കിട്ടിയെന്നിരിക്കട്ടെ. ഹെഡ് 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 എക്സെട്ര 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 എന്ന് പറഞ്ഞിട്ടാണ് ഔട്ട്കംസ് വന്നതെങ്കിൽ എക്സിൻ്റെ പോസിബിൾ വാല്യൂ എന്താകാം? ഇറ്റ് ക്യാൻ ഓൾസോ ബി ഇൻഫിനിറ്റി. So when you define x in this way, or when x is defined as the length of the run, we have x equal to 1. The possible values of x can be 1, 2, 3, 4 etc. up to infinity. So ഞാൻ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് കിട്ടി. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതിന് ഈ കേസിൽ എക്സിൻ്റെ കറസ്പോണ്ടിങ് എഫ് എക്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ബിക്കോസ് എക്സും എഫ് എക്സും ഉപയോഗിച്ച് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് എക്സ് കറസ്പോണ്ടിങ് ടു എനി റാൻഡം വേരിയബിൾ എക്സ്? അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറ്? ഡിസ്ക്രീറ്റ് കേസിൽ എഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. ആ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ PDF കണ്ടുപിടിക്കാൻ പോവാണ്. നൗ വാട്ട് യു മീൻ ബൈ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്? എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലെങ്ത് ഓഫ് ദ റൺ ആയിരുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ 2 ഹെഡ് അടുപ്പിച്ച് കിട്ടിയാലും എക്സ് ഈക്വൽ ടു 2 കിട്ടും. അതല്ല 2 ടെയിൽ അടുപ്പിച്ച് കിട്ടിയാലും എക്സ് ഈക്വൽ ടു 2 കിട്ടും. അപ്പോൾ അതേപോലെ എക്സ് ഈക്വൽ ടു എക്സ് മീൻസ് എയ്തർ എക്സ് സക്സസ് അടുപ്പിച്ച് വരിക, അത് കഴിഞ്ഞിട്ടൊരു ഒരു ഫെയിലിയർ വരിക, അതല്ലെങ്കിൽ എക്സ് ഫെയിലിയേഴ്സ് അടുപ്പിച്ച് വരിക, അതിന് ശേഷമുള്ളതൊരു സക്സസ് ആകുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. എക്സ് സക്സസ് ആൻഡ് എക്സ് പ്ലസ് 1th ഫെയിലിയർ എന്ന് എഴുതാം, അതല്ലെങ്കിൽ എക്സ് ഫെയിലിയേഴ്സ് ആൻഡ് എക്സ് പ്ലസ് 1th സക്സസ് എന്ന് എഴുതാം. സോ PDF is equal to probability of x equal to x, which is equal to probability of x success and x plus 1th failure, or എന്ന് വെച്ചാൽ പ്രോബിലിറ്റിയിൽ അത് പ്ലസ് ആണ്, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസസ് ആണ്. സോ ഇറ്റ് ഇസ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഫെയിലിയേഴ്സ് ആൻഡ് എക്സ് പ്ലസ് 1th സക്സസ്. സോ എക്സ് സക്സസ് എന്ന് വെച്ചാൽ എന്താണ്? സക്സസ് സക്സസ് സക്സസ്, അങ്ങനെ അങ്ങനെ എക്സ് പ്രാവശ്യം തൊട്ടടുത്തതൊരു ഫെയിലിയർ, അതല്ലെങ്കിൽ പ്ലസ് എക്സ് ഫെയിലിയേഴ്സ് അടുപ്പിച്ച് തൊട്ടടുത്തൊരു സക്സസ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു സക്സസിൻ്റെ പ്രോബിലിറ്റി നമ്മൾ പി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി നമ്മൾ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സക്സസിൻ്റെയും പ്രോബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഓരോന്നും പി 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 ഇതെല്ലാം ഇൻ്റർസെക്ഷനാണ്, ആൻഡ് ഇട്ടാണ് വരുന്നത്. സോ ഒരു സക്സസ് ആൻഡ് അടുത്ത സക്സസ് ആൻഡ് അടുത്ത സക്സസ്, അങ്ങനെ നമ്മൾ പ്രോബിലിറ്റി നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി പി ഇൻറ്റു പി ഇൻറ്റു പി ഇൻറ്റു പി എക്സ് ടൈംസ് ഇൻറ്റു അവസാനത്തെ ഫെയിലിയർ ക്യൂ പ്ലസ് അടുത്ത സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും? ഓരോ ഫെയിലിയറിൻ്റെയും പ്രോബിലിറ്റി ക്യൂ ആണ്. അപ്പോൾ ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ എക്സ് ടൈംസ് ഇൻറ്റു സക്സസിൻ്റെ പ്രോബിലിറ്റി പി. സോ ഇതാണ് അതിൻ്റെ പ്രോബിലിറ്റീസ് എടുക്കുമ്പോൾ വരുന്നത്. സോ ഇറ്റ് ബിക്കംസ് പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ പ്ലസ് ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. ദാറ്റ് ഈസ് വി ഹാവ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ പ്ലസ് ക്യൂ റേസ് ടു എക്സ് ഇൻറ്റു പി. സോ നമ്മൾക്കിപ്പോൾ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പോസിബിൾ വാല്യൂസ് 1 മുതൽ ഇൻഫിനിറ്റി വരെയാണെന്നുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ഉണ്ട്. സോ വി ആർ യൂസിങ് അവർ ഫോർമുല ഫോർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് എക്സ്. സോ അതുപയോഗിച്ച് അവർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് സമ്മേഷൻ ഓവർ എക്സ് ഈക്വൽ ടു 1 to infinity എക്സ് ഇൻറ്റു PDF ഇസ് ദിസ്. സോ ഇവിടെ പി ക്യു എന്ന് പറയുന്നത് ഈ 2 ടേമിലും ഉള്ളതുകൊണ്ട് പി ക്യൂവിനെ നമ്മൾ പുറത്തെടുത്തു. സോ വി ഹാവ് പി ക്യു ഇൻറ്റു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to infinity എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് ഇൻറ്റു ഈ ക്യൂ അങ്ങ് പുറത്ത് പോയി എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് മൈനസ് 1. അതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് ഡിനോട്ട് ചെയ്തിട്ട് ഓരോ ടേമും വേറെ വേറെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാണ്.
second. So ഇതിനെ equation 1 എന്ന് എടുത്തിട്ട്, so equation 1 is just understand this. So we have expectation of x is equal to pq into summation x equal to 1 to infinity x p raised to x minus 1 plus summation x equal to 1 to infinity x q raised to x minus 1. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. ആ ഇക്വേഷൻ 1ൽ നിന്ന് ഓരോരോ ടേമായിട്ട് മാറ്റിയെടുക്കുകയാണ്. വാട്ട് ഈസ് സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് പി റേസ് ടു എക്സ് മൈനസ് 1? എക്സിൻ്റെ വാല്യൂസ് കൊടുത്തേ അവിടെ. അപ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു, വെൻ എക്സ് ഈക്വൽ ടു 1 ദിസ് ബിക്കംസ് 1 പി റേസ് ടു 0. വെൻ എക്സ് ഈക്വൽ ടു 2 ഇറ്റ് ഈസ് 2 പി റേസ് ടു 1 പ്ലസ് 3 പി സ്ക്വയർ പ്ലസ് 4 പി ക്യൂബ് പ്ലസ് എക്സെട്ര. Last term infinity ആണ്. So it is equal to 1 p raised to 0 means 1 plus 2p plus 3p square plus 4p cube plus etc. What is that? എന്തിൻ്റെ എക്സ്പാൻഷൻ ആണ് 1 plus 2x plus 3x square plus etc. It is 1 minus p the whole raised to minus 2. അപ്പോൾ ഈ ടേമിനെ നമുക്ക് 1 minus p the whole raised to minus 2 എന്ന് കിട്ടി. അതേപോലെ this term summation x equal to 1 to infinity x q raised to x minus 1 എന്ന ടേം can be represented as 1 minus q raised to minus 2. ഇനി ഇതെന്താ നോക്കൂ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പിയും ക്യൂവും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. p പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1. സോ അതുപയോഗിച്ച് 1 മൈനസ് പിയെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ എന്ന് എഴുതാം. 1 മൈനസ് ക്യൂവിനെ നമുക്ക് പി എന്ന് എഴുതാം. സോ ഇത് രണ്ടും ഇവിടേക്ക് ഉപയോഗിച്ചാൽ ആദ്യത്തെ ടേമിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 minus p raised to minus 2 becomes q raised to minus 2 and 1 minus q raised to minus 2 becomes p raised to minus 2. ഇതിനെ 3 എന്നും ഇതിനെ 4 എന്നും കൊടുത്താൽ ഇക്വേഷൻ 3ഉം 4ഉം ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ വി ഹാവ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ക്യൂ ഇൻറ്റു q raised to minus 2 plus p raised to minus 2. That is equal to pq into q raised to minus 2 is 1 by q square plus 1 by p square. That is equal to എന്ത് വരും? LCM എടുക്കുമ്പോൾ p square plus q square by p square q square into pq. 1 pq get cancelled, so it is p square plus q square by pq. That is your final answer to example 4. Sorry, example 3. Now we are going to the next question. Actually നമ്മൾ ഇനിയും ഇതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. നമ്മൾ രണ്ട് ഡെഫിനിഷൻസ് ആയിരുന്നു പഠിച്ചത്. ഒന്ന് എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിളും അടുത്തത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിളും. എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ പ്രോബ്ലംസ് രണ്ടുമൂന്നെണ്ണമാണ് നമ്മൾ ചെയ്തത്. നൗ വി ക്യാൻ ഗോ ടു ദി എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ഒരു എക്സാമ്പിളൂടെ നമുക്ക് അതിന് മുന്നേ നോക്കാം. ദറ്റ് കംസ് അണ്ടർ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഓൺലി. ദാറ്റ് ഈസ് യുവർ എക്സസൈസ് 5. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ജസ്റ്റ് ഇറ്റ് ഇസ് അനദർ ടൈപ്പ് ഓഫ് എ ക്വസ്റ്റ്യൻ. സോ ഹിയർ we have the question is example 5 of page number 6. 3 unbiased coins are tossed. Find the expectation of the number of heads. 3 unbiased coins are tossed. Find the expectation of the number of heads. 3 സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ എടുക്കുന്ന ഒരു മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. 3 കോയിൻസ് ഒന്നിച്ച് ടോസ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നത് പറയുന്നതും തിയററ്റിക്കലി ഈക്വലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ 3 കോയിൻസ് ആർ ടോസ്ഡ് ടുഗെദർ എന്നുള്ളത്, 3 കോയിൻസ് ആർ ടോസ്ഡ് എന്നുള്ളതിനെ നമുക്ക് ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആണ് എക്സ്. കാരണം എന്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണോ കണ്ടുപിടിക്കാനുള്ളത് അതിനെ ആയിരിക്കണം നമ്മൾ റാൻഡം വേരിയബിളായിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ ഒറ്റ ട്രയലിൻ്റെ കേസാണ് നമ്മൾ റാൻഡം വേരിയബിളായിട്ട് എടുക്കേണ്ടത്. അപ്പം 3 കോയിൻസ് ഒന്നിച്ച് ടോസ് ചെയ്യുന്നു. കിട്ടാൻ സാധ്യതയുള്ള നമ്പർ ഓഫ് ഹെഡ്സ് ആണ് എക്സ്. അപ്പോൾ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 3 കോയിൻ ടോസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്തായിരിക്കും?
ഒന്നിൽ നമുക്ക് കിട്ടുന്ന എല്ലാം ടെയിലായാൽ എക്സിൻ്റെ വാല്യൂ 0, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3. സോ ഇതാണ് എക്സിൻ്റെ പോസിബിൾ വാല്യൂസ്. ഒരു കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്താണ്? ഒരു കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്താൽ പോസിബിൾ ഔട്ട്കംസ് ഹെച്ചും ടിയും ആണ്. അതിൽ ഒരെണ്ണമാണ് നമ്മളെ ഫേവർ ചെയ്യുന്നത്. സോ ദ പ്രോബിലിറ്റി വിൽ ബി 1/2. ആൻഡ് വെൻ a coin is tossed, the probability of tail also will be 1/2. അപ്പോൾ നമ്മൾ ഈ എക്സിൻ്റെ ഇത് ഒരൊറ്റ കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുന്ന കേസാണ്. നമ്മൾ ഇത് ഉപയോഗിച്ച് എക്സ് എന്ന് പറയുന്ന നമ്മളുടെ റാൻഡം വേരിയബിൾ എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്നത് കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതായത് fx കണ്ടുപിടിക്കാൻ പോവാണ്. കാരണം എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എക്സും വേണം fxഉം വേണം. സോ വാട്ട് ഈസ് fx is equal to probability of x equal to x, capital X equal to small x. Again, I hope that you know നമ്മൾ രണ്ട് നൊട്ടേഷൻസ് ഞാൻ ഓൾറെഡി ഇത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ക്യാപിറ്റൽ എക്സ് ഇസ് ആക്ച്വലി ദ നെയിം ഓഫ് ദ റാൻഡം വേരിയബിൾ ആൻഡ് സ്മോൾ എക്സ് ഇസ് ഇറ്റ്സ് വാല്യൂ. സോ capital X is the number of heads got when a coin is tossed 3 times. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് വെച്ചാൽ 0 ഹെഡും എല്ലാം ടെയിലും. എക്സിൻ്റെ വാല്യൂ 1 എന്ന് വെച്ചാൽ 1 ഹെഡും ബാക്കി ടെയിലും. എക്സിൻ്റെ വാല്യൂ 2 മീൻസ് 2 ഹെഡ്സ് ആൻഡ് റിമൈനിങ് ടെയിൽസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആകെ കോയിൻ 3 ടൈംസേ ടോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ അതിനകത്ത് സ്മോൾ എക്സ് ഹെഡും കിട്ടി, ബാക്കി 3 - x എല്ലാം ടെയിലാണ്. ശരിയല്ലേ? എക്സ് 2 ഹെഡ് കിട്ടിയാൽ 2 ഹെഡും അടുത്ത 1 ടെയിലും. 1 ഹെഡാണ് കിട്ടുന്നതെങ്കിൽ 1 ഹെഡും 2 ടെയിലും. അപ്പോൾ എക്സ് ഹെഡാണ് കിട്ടുന്നതെങ്കിൽ എക്സ് ഹെഡ്സും ബാക്കി 3 - x ടെയിൽസും. 1 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഹാഫാണ്. ഒരു കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ 1 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഹാഫാണ്. അപ്പോൾ എക്സ് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എക്സ് ടൈംസ്, അതായത് ഹാഫ് റേസ് ടു എക്സ്. 1 ടെയിലിൻ്റെ പ്രോബിലിറ്റി ഹാഫാണ്. അപ്പോൾ 3 - x ടെയിൽസ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഹാഫ് റേസ് ടു 3 - x. ആൻഡ് ഈ എക്സ് ക്യാൻ ബി എനി വൺ ഓഫ് 3 ട്രയൽസ്. അതുകൊണ്ട് ആ പ്രോബിലിറ്റി നമ്മൾ 3cx കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ക്യാൻ ഹാപ്പൻ 3cx ടൈംസ്. So probability of x equal to x എന്ന് പറയുന്നത് is probability of x heads and 3 - x tails, and that works out as half raised to x into half raised to 3 - x into 3cx. ഈ രണ്ട് ടേംസോടെ ക്ലബ് ചെയ്തേ, കാരണം a raised to x into a raised to y is a raised to x plus y. അതുപയോഗിച്ച് ഈ രണ്ട് ടേംസിനെ ക്ലബ് ചെയ്യുമ്പം we have it is equal to 3cx into half raised to 3. So this is the probability density function of x. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ പോസിബിൾ വാല്യൂസും അറിയാം, അതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂവും അറിയാം. അതുകൊണ്ട് we are finding expectation of x as summation or x into fx, which is equal to summation x equal to 0 to 3. കാരണം എക്സിൻ്റെ റേഞ്ച് ഇത് തന്നെയാണ്, x equal to 0 to 3 small x into probability density ഫംഗ്ഷൻ്റെ ഫോം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, small x into 3cx half raised to 3. ഇവിടെ ഹാഫ് റേസ് ടു 3 എന്ന് പറയുന്ന ടേം ആക്ച്വലി നമുക്ക് പുറത്തെടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം, കാരണം ഹാഫ് റേസ് ടു 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ക്യാൻ കം ഹിയർ. ഞാൻ ഡയറക്റ്റ്ലി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ് എക്സിൻ്റെ വാല്യൂസ്. സോ വി ഹാവ് എക്സിന് 0 കൊടുക്കുമ്പം 0 ഇൻറ്റു 3z0 ഹാഫ് ക്യൂബ് പ്ലസ് 1 ഇൻറ്റു എക്സിന് 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു 3c1 ഹാഫ് റേസ് ടു 3 പ്ലസ് 2 ഇൻറ്റു 3c2 ഹാഫ് റേസ് ടു 3 പ്ലസ് 3 ഇൻറ്റു 3c3 ഹാഫ് റേസ് ടു 3. ഇതിൽ നിന്ന് ഹാഫ് റേസ് ടു 3 കോമൺ ആയിട്ട് എടുത്തു. പിന്നെ ബാക്കിയുള്ളത് ഫസ്റ്റ് ടേം 0 ഇൻറ്റു 3c0 becomes 0, 1 ഇൻറ്റു 3c1 becomes 3, 2 ഇൻറ്റു 3c2 becomes 2 ഇൻറ്റു 3c2യുടെ വാല്യൂം 3 തന്നെയാണ്. സോ 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 3c3 is 3 ഇൻറ്റു 1. ഇതിനെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we have 12 ഇൻറ്റു 1/2 raised to 3 which is 1.5. So this is your answer. This is the expected value of x when x is the number of heads got when 3 coins are tossed simultaneously. So this is your example number 5 in page number P6. Now we will go to our next example. ഇവിടെ നമ്മൾ ആ 5xൻ്റെ കേസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിളിൻ്റെ
problem ആണ് ചെയ്യാൻ പോകുന്നത്. Expectation of a function of a random variable. Expectation of phi x is summation over x phi x into fx when fx is given. അതല്ലെങ്കിൽ summation over I phi xi into pi when the values are given in this way. So we will go to the problem, which is your example 9. Example 9. അതിൻ്റെ question ഇതാണ്. Let x be a random variable with PDF fx equal to 1 by x by 6. fx equal to x by 6, comma x equal to 1, 2, 3 and is equal to 0 otherwise. അതായത് എക്സിന് 1, 2, 3 എന്നുള്ള വാല്യൂസ് എടുക്കുമ്പം എഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ബൈ 6 ആണ്. എക്സ് മറ്റേത് വാല്യൂ എടുത്താലും എഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഫൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കുകയാണ്. സോ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വലൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈ എക്സ്. ഫോമുല അനുസരിച്ച് പി ഡി എഫ് ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ഫോമുല അനുസരിച്ചിട്ട് സമ്മേഷൻ ഓവർ എക്സ് ഫൈ എക്സ് ഇൻറ്റു എഫ് എക്സ്, ദാറ്റ് ഈസ് ഇവിടെ എക്സിൻ്റെ റേഞ്ച് 1, 2, 3 ആണ്. സോ ഇത് സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to 3 ഫൈ എക്സ് ഇൻറ്റു എഫ് എക്സ് which is equal to summation x equal to 1 to 3. നമ്മൾ അവിടെ ഫൈ എക്സും എഫ് എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫൈ എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ, എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ 6. സോ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു സെയിം സാധനം. അതിനകത്തുനിന്ന് യു ക്യാൻ ടേക്ക് 1 by 6 ഔട്ട്സൈഡ്. സോ 1 by 6 പുറത്തെടുത്തിട്ട് ഞാൻ എക്സിന് വാല്യൂസ് കൊടുക്കുകയാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് 1 plus 2 the whole square, എക്സിന് 2 കൊടുക്കുമ്പം 2 plus 2 the whole square, എക്സിന് 3 കൊടുക്കുമ്പം 3 plus 2 the whole square. എല്ലാത്തിനെയും എക്സ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇറ്റ് ബിക്കംസ് 1 plus 2 the whole square into 1 plus 2 plus 2 the whole square into 2 plus 2 plus 3 the whole square into 3. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഹാവ് 116 by 6. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം വി ഹാവ് 58 by 3. സോ യുവർ ആൻസർ ഇസ് 58 by 3. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്ത പോർഷൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫങ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. Hope you understood the portions. Go through it. Any doubts we can discuss in the doubt clearing section. You can ask me whatever doubts that you have. If you want me to repeat any of the portions, I can do that also for you. So thank you for listening and bye.